ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എ ഡിസിപ്ലിൻ മൈൻഡ് ബ്രിങ്സ് ഹാപ്പിനെസ്. ശ്രീബുദ്ധന്റെ കോട്ടാണ് അല്ലേ? അപ്പൊ നമുക്കൊരു ഡിസിപ്ലിൻഡ് മൈൻഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഹാപ്പിനെസ് നമ്മളെ തേടിയെത്തും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് PCOD ഡയറ്റ്. ഒരുപാട് എപ്പിസോഡിൽ പറഞ്ഞു നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് നോക്കണം എന്നുള്ളത് അല്ലേ? എന്നാൽ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്ന് നമുക്കറിയണ്ടേ? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറ്റീഷ്യന്റെ അഭിപ്രായ പ്രകാരം നമുക്ക് ഒരു ഡയറ്റ് ഷെഡ്യൂൾ ചെയ്ത് തരും. ആ ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം. അല്ല നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫുഡ് കഴിക്കാം കഴിച്ചൂടാ എന്നാണ് ഞാൻ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ കഴിച്ചൂടാ എന്ന് നോക്കാം അല്ലേ? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷുഗർ കണ്ടന്റ്. ഷുഗർ വരുന്ന ഒരു സാധനങ്ങളും നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പൊ ഏതൊക്കെയാ വരുന്നത്? നമ്മൾ ചായ, കാപ്പി, പാലൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്ന ഷുഗർ തൊട്ട് ഐസ്ക്രീം, ചോക്ലേറ്റ്, അതുപോലെ പേസ്ട്രീസ്, ഇനി ബേക്കറി ഐറ്റംസ്, കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ബേക്കറി ഐറ്റംസ്, മൈദ, ബ്രെഡ്, വൈറ്റ് ബ്രെഡ്, ഇതൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഇനി ബ്രൗൺ ബ്രെഡ് തന്നെ നോക്കിയാൽ തന്നെയും അതിനകത്ത് മൈദയുടെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഇനി അടുത്തതാണ് ഫ്രൈഡ് ഐറ്റംസ്. നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ. ഇപ്പൊ നമ്മള് മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, അല്ലെങ്കിൽ എന്താ പറയാ KFC മുതലായ വറുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരില്ലേ? അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഇത് കുറച്ച് നാളത്തേക്ക് ഒന്ന് നിർത്തിവെക്കുക, കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെക്കുക. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ ഒരു പീസ് കഴിച്ചാൽ പ്രശ്നമില്ല, അത് ഇടയ്ക്ക്. അപ്പൊ ഫ്രൈഡ് ഐറ്റംസ് എന്ത് ചെയ്യുക, പരമാവധി അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ കുറെ കൊച്ചുകുട്ടികൾ, ടീനേജേഴ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു PCOD കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അവരോട് നമ്മൾ ഷുഗർ തീരെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു കഷ്ടമാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, കുറയ്ക്കാൻ പറ്റുന്ന അത്രത്തോളം കുറയ്ക്കുക, ഒഴിവാക്കാൻ പറ്റുന്ന അത്രത്തോളം ഒഴിവാക്കുക. പണ്ടൊരു 5 ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഒരു ഐസ്ക്രീം ആക്കി കുറയ്ക്കുക. തീരെ കഴിക്കരുത് എന്ന് പറയുന്നതും കഷ്ടമല്ലേ? പിന്നെ എന്ത് ചെയ്യുക, എക്സസൈസും കൂടെ കുറച്ച് ചെയ്യുക. അപ്പോഴത്തേനും എന്ത് ചെയ്യും, വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഐഡിയൽ BMIയിലോട്ട് വരാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഇനി അടുത്തതാണ് കാപ്സ്. ഇപ്പൊ 1 കപ്പ് റൈസ് കഴിക്കുന്നവരാന്ന് ഇരിക്കട്ടെ, അവരെന്ത് ചെയ്യുക, അത് കുറച്ച് നാളത്തേക്ക് 1/4 കപ്പാക്കുക. പിന്നെ അത് എന്ത് ചെയ്യുക, ഒരു 1/2 കപ്പിലോട്ട് കൊണ്ടുവരിക. നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അത് കാപ്സ് വളരെ കുറച്ച്, വെജിറ്റബിൾസ്, സാലഡ്സ്, പൾസസ്, പ്രോട്ടീൻസ്, അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ പ്ലേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ മീൽ പ്ലേറ്റ്. അപ്പൊ അതിനായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു 1/2 കപ്പ് ചോറ് എടുക്കുക. 1/2 കപ്പ് വലിയ കപ്പിനല്ല കേട്ടോ, ചെറിയ കപ്പിന് ഒരു 1/2 കപ്പ് ചോറ് എടുക്കുക. പരിപ്പോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും ഒരു കറി എടുക്കുക. പിന്നെ ഒരു ഇച്ചിരി മീൻകറി എടുക്കുക. അതിനകത്ത് ഒരു പീസ് മീൻ എടുക്കാം. പിന്നെ ഒരു മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതോ എടുക്കുക. പിന്നെ നമുക്ക് പയറോ കടലയോ വെള്ളക്കടലയോ കറുത്ത കടലയോ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഉപ്പേരി പോലെ ഉണ്ടാക്കി അതെടുക്കുക. പിന്നെ ക്യാരറ്റും വെള്ളരിക്കയും എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഒരു സാലഡ് ആക്കി അതും ഒരു പോർഷൻ എടുക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലോ 2 ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു ദോശ അല്ലെങ്കിൽ ഒരു 1/4 കുറ്റി പുട്ട് അല്ലെങ്കിൽ ഒരപ്പം അങ്ങനെ എടുത്തിട്ട് നിറച്ചൊരു ബൗള് കറി എടുക്കുക. അതായത് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട സാമ്പാറോ അല്ലെങ്കിൽ കടലക്കറിയോ അല്ലെ പയറ് കറിയോ, അങ്ങനെ ഒരു ബൗള് നിറച്ച് ആ കറി എടുക്കുക. ഒരു പുഴുങ്ങിയ മുട്ട എടുക്കുക. അതുപോലെ തന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, കുറച്ച് സാലഡ് പോലെ ക്യാരറ്റ്, കുക്കുംബർ, സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞൊരു പോർഷൻ സാലഡും കൂടി എടുക്കുക. അപ്പൊ ഇത്രയും കൂടി കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വയറ് ശരിക്കും നിറയും അല്ലേ? അപ്പൊ കാപ്സ് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട റെഡ് മീറ്റ്സ്. റെഡ് മീറ്റിന്റെ ഉപയോഗവും നമുക്ക് PCODയുടെ ഇൻസിഡൻസ് കൂടാനായിട്ട് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, റെഡ് മീറ്റ്സിന്റെ യൂസ് ഈ പറഞ്ഞ കണക്ക് കൊതിക്ക് വേണ്ടി മാത്രം കുറച്ച് കഴിക്കുക, എന്നിട്ട് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് എന്താണ്, ജങ്ക് ഫുഡ്സ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള സാധനങ്ങളാണ് അല്ലേ? പിസ്സ, അതുപോലെ ബർഗേഴ്സ്, KFC, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ജങ്ക് ഫുഡ്സ്. ജങ്ക് ഫുഡ്സിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. എത്രത്തോളം നമുക്ക് ഒഴിവാക്കാനോ കുറയ്ക്കാനോ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇനി അടുത്ത എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്? ഷുഗർ കണ്ടൻസ്, ബേക്കറീസ്, ഫ്രൈഡ് ഐറ്റംസ്, കാർബ്സ് കുറയ്ക്കുക. അതുപോലെ എന്ത് ചെയ്യുക, റെഡ് മീറ്റ്സ്, ജങ്ക് ഫുഡ്സ്, ഇതെല്ലാം നമ്മൾ കുറയ്ക്കുക. ഇനി നമ്മൾ എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. ഫിഷ് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കായലിലെ ചെറിയ മീനുകളില്ലേ, ആ ചെറിയ മത്സ്യങ്ങൾ നമുക്ക് ധാരാളം കഴിക്കുക. അതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ വളരെയധികം ഉള്ളതാണ്. കഴിക്കുമ്പോൾ മീൻ വറുത്ത് കഴിക്കാതെ അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കാതെ മീൻ എന്ത് ചെയ്യുക, കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കനും ഒരു പരിധി വരെ കഴിക്കാവുന്നതാണ്. വറുത്ത് കഴിക്കാതെ ചിക്കൻ കറി വെച്ച് കഴിക്കുക. അതൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. അടുത്തതായിട്ട് നമുക്ക് വെജിറ്റബിൾസിൽ എസ്പെഷ്യലി നമുക്ക് ഇലക്കറികൾ, അതായത് ചീരയില, പച്ചച്ചീര, ചുമന്ന ചീര, മുരിങ്ങയില, അങ്ങനെ ഇലക്കറികൾ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ധാരാളമായിട്ട് മെഴുക്ക് വരട്ടിയോ തോരനായിട്ടോ അങ്ങനെ ധാരാളമായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ കട്ട് ചെയ്ത് അവിയലായിട്ടോ തോരനായിട്ടോ അങ്ങനെയും കഴിക്കാം. ഓയിലിന്റെ അളവ് പരമാവധി കുറച്ചിട്ട് കുക്ക് ചെയ്ത് നന്നായിട്ട് കഴിക്കുക. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അങ്ങനെ പോർഷൻ ആയിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈബർ കണ്ടൻസും ധാരാളമായിട്ട് കിട്ടും. പിന്നെ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് ഷുഗർ ഇടാനൊക്കെ ഒരു ടെൻഡൻസി വരും. അതുകൊണ്ട് ജ്യൂസ് അടിക്കാതെ മാക്സിമം എന്ത് ചെയ്യുക, കട്ട് പീസ് ആക്കി അങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് എന്താ, നമുക്ക് വെജിറ്റബിൾസ് ആയി, ഫ്രൂട്ട്സ് ആയി, ഇനി നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള നട്ട്സ് കഴിക്കാം. അതായത് കാഷ്യൂനട്ടോ ആൽമണ്ടോ അതുപോലെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, അങ്ങനെ സീഡ്സും ഒക്കെ കഴിക്കാം. ഒരുപാട് കഴിക്കണമെന്നല്ല, ഒരു ചെറിയ ഹാൻഡ്ഫുൾ എടുത്തിട്ട് അത് നമുക്ക് ഒരു ദിവസം ഒരു നേരം എന്താ ഗ്രീൻ ടീയോ അല്ലെ ചായ അങ്ങനെ എന്തിനെങ്കിലും കൂടെ കഴിക്കാവുന്നതാണ്. അതുപോലെ എഗ്ഗും നല്ലൊരു ഗുഡ് പ്രോട്ടീൻ സോഴ്സ് ആണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.